നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച വിവാഹം. നടി സാമന്തയും പ്രശസ്ത സംവിധായകൻ രാജ്നീവും ഒരു വിവാഹിതരായി എന്ന വാർത്ത ഇത് ആരാധകരെ ഏറെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ ഡിസംബറിൽ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ വെച്ച് ലളിതമായി നടന്ന ആ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ തന്റെ ഭർത്താവിനെ കുറിച്ച് സാമന്ത നടത്തിയ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. തങ്ങളൊരു ഇറിറ്റേറ്റിംഗ് കപ്പിളാണെന്നാണ് സാമന്ത തുറന്നു പറയുമ്പോൾ അതിന് പിന്നിലെ ആ സ്നേഹവും കെട്ടുറപ്പും എത്രത്തോളമാണെന്ന സംശയത്തിലാണ് ആരാധകർ. സാമന്തയുടെ ജീവിതം മാറ്റിമറിച്ച ആ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം സാമന്ത മാധ്യമങ്ങൾക്ക് നൽകിയ ആദ്യ അഭിമുഖത്തിലെ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. തന്നെ ഒരു നല്ല വ്യക്തിയായി മികച്ച നടിയായി മാറ്റിയത് രാജാണെന്ന് സമന്ത സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ദിവസം പോലും രാജില്ലാതെ തനിക്ക് പറ്റില്ല എന്ന് സമന്ത പറയുമ്പോൾ തന്റെ ജീവിതത്തിലെ ആ ഇരുണ്ട കാലഘട്ടങ്ങളെ അതിജീവിച്ച് അവർ എത്രത്തോളം സന്തോഷവതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വർക്കൗട്ട് ചെയ്യുന്നത് മുതൽ ഗെയിം കളിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഇരുവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ തങ്ങൾ ശല്യമായി തോന്നിയേക്കാം, പക്ഷേ തങ്ങൾ ഈ ജീവിതം അങ്ങേയറ്റം ആസ്വദിക്കുന്നുവെന്നാണ് സമന്ത പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകെട്ടുണ്ടായതെന്ന് നോക്കാം. ആമസോൺ പ്രൈമിന്റെ സൂപ്പർ ഹിറ്റ് സീരീസായ ഫാമിലി മാൻ സീസൺ 2 സാമന്തയും രാജും ആദ്യമായി ഒന്നിക്കുന്നത്. സാമന്തയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു അതിലെ നെഗറ്റീവ് കഥാപാത്രം. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത്. ബോളിവുഡിലെ ഹിറ്റ് കോംബോയായ രാജ് ആൻഡ് DKയിലെ രാജുമായി സമന്ത ഒന്നിക്കുമ്പോൾ അത് വ്യക്തിജീവിതത്തിൽ മാത്രമല്ല കരിയറിലും അവർക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളോടും വ്യക്തിപരമായ തകർച്ചകളോടും പൊരുതി ജയിച്ചാണ് സാമന്ത ഇന്ന് ഈ സന്തോഷത്തിലെത്തി നിൽക്കുന്നത്. വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പം അഭിനയിച്ച ഖുഷിയായിരുന്നു സമന്തയുടെ അവസാന ചിത്രം. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കിയില്ലെങ്കിലും സാമന്തയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ രാജിന്റെ സാന്നിധ്യം തന്നെ കൂടുതൽ കരുത്തിയാക്കുന്നുവെന്ന് സാമന്ത പറയുമ്പോൾ ആരാധകരും ആശ്വാസത്തിലാണ്. സിനിമയിലെയും സംവിധായകനും നായികയും ജീവിതത്തിലും ഒന്നിക്കുമ്പോൾ ആ മാജിക അവരുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാമന്തയുടെ ഈ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ആരാധകർ. രാജ് നീതിമോരുവിനൊപ്പമുള്ള ഈ പുതിയ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ സാമന്ത കടന്നു വന്ന വഴികൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. വിണ്ണൈ താണ്ടി വരുവായയുടെ തെലുങ്ക് പതിപ്പായ ഏമായ ചേസാവായിലെ ജെസ്സിയായിട്ടാണ് സാമന്ത നമ്മുടെ ഹൃദയം കവർന്നത്. അവിടെ തുടങ്ങിയ പ്രയാണം ഇന്ന് തെന്നിന്ത്യൻ സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കാണ് അവർ എത്തിച്ചത്. ഈഗയിലെ ബിന്ദുവായും രംഗസ്ഥലത്തിലെ രാമലക്ഷ്മിയായും നമ്മെ വിസ്മയിപ്പിച്ച സാമന്ത മഹാനടിയിലെ മധുരവാണിയായി മാറിയപ്പോൾ അത് ആ നടിയുടെ അഭിനയ പാടവത്തിന്റെ തെളിവായിരുന്നു. തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിൽ പോലും പുഷ്പയിലെ ഗാനത്തിലൂടെ ഇന്ത്യ മുഴുവൻ തരംഗം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. മയോസൈറ്റിസ് എന്ന രോഗം ബാധിച്ചപ്പോഴും തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അവഗണിച്ച് യശോദയ്ക്കും ശാകുന്തളത്തിനും വേണ്ടി അവർ പോരാടി. ഇപ്പോൾ രാജ്നീതി മോരുവിനൊപ്പമുള്ള ഈ പുതിയ തുടക്കം സാമന്തയുടെ കരിയറിൽ മറ്റൊരു വൻ തിരിച്ചുവരവിന് കാരണമാകുമെന്നുറപ്പാണ്. രാജിന്റെ സംവിധാന മികവും സാമന്തയുടെ അഭിനയവും ചേരുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ധീരമായി നേരിട്ട് വീണ്ടും പുഞ്ചിരിയോടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന സാമന്ത ഒരു പ്രചോദനമാണ്. രാജ്നീതി മോരു എന്ന പങ്കാളി നൽകുന്ന ആ കരുത്തിൽ സാമന്ത ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്. സാമന്തയുടെ ജീവിതം സിനിമയേക്കാൾ വലിയൊരു പോരാട്ടമായിരുന്നു എന്ന് പറയേണ്ടി വരും. കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം അവരെ പിടികൂടുന്നത്. പേശികളെ തളർത്തുന്ന ഈ രോഗം സാമന്തയെ ശാരീരികമായും മാനസികമായുമാണ് തളർത്തിയത്. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ദിവസങ്ങളുണ്ടായിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് രാജ്നീതി മോരു എന്ന വ്യക്തി സാമന്തയുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറുന്നത്. സിറ്റാഡൽ എന്ന ആമസോൺ പ്രൈം സീരീസിന്റെ ഷൂട്ടിംഗ് സമയത്ത് സാമന്തയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ രാജ് നൽകിയ പിന്തുണ വാക്കുകൾക്ക് അതീതമായിരുന്നു. ഷൂട്ടിംഗ് മാറ്റിവെക്കാനോ സാമന്തയ്ക്ക് വിശ്രമം നൽകാനോ അദ്ദേഹം തയ്യാറായി. ആ കരുതലും സ്നേഹവുമാണ് സാമന്തയെ രാജിലേക്ക് അടുപ്പിച്ചത്. ഇന്നവർ ഒരുമിച്ചാണെങ്കിൽ അതിനു പിന്നിൽ പരസ്പരമുള്ള ഈ ഒരു തിരിച്ചറിവും ബഹുമാനവുമുണ്ട്. ഇനി ആരാണ് രാജ്നീതി മോരു എന്ന് നോക്കാം. ബോളിവുഡിൽ വിപ്ലവം സൃഷ്ടിച്ച രാജ് ആൻഡ് DK കൂട്ടുകെട്ടിലെ പ്രധാനിയാണ് അദ്ദേഹം. ഗോ ഗോവ ഗോൺ, സ്ത്രീ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ ഡാർക്ക് കോമഡിയും ഹൊററും പരീക്ഷിച്ച മിടുക്കനാണ്. ആമസോണിലെ ഫാമിലി മാൻ സീരീസിലൂടെയാണ് ഇവർ ആഗോള ശ്രദ്ധ നേടിയത്. രാജിന്റെ സംവിധാന ശൈലി സാമന്തയിലെ നടിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഫാമിലി മാൻ 2 രാജിയായി മാറിയപ്പോൾ സാമന്തയുടെ കണ്ണു പോലും അഭിനയിക്കുമായിരുന്നു. ഒരു സംവിധായകന് തന്റെ നടിയോടുള്ള ആ ബഹുമാനമാണ് ഇന്നവരെ ജീവിത പങ്കാളിയാക്കി മാറ്റിയിരിക്കുന്നത്. സാമന്തയുടെ കരിയറിലെ ഏറ്റവും ബോൾഡായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചത് രാജാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സാമന്തയുടെ രണ്ടാം വിവാഹത്തിന് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പഴയ ബന്ധങ്ങളെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പറഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം കുറിച്ച് സാമന്തയ്ക്ക് വ്യക്തമായ മറുപടിയുണ്ട്. എന്റെ സന്തോഷം കണ്ടെത്താൻ എനിക്ക് അവകാശമുണ്ടെന്ന നിലപാടാണ് അവർ എടുത്തത്.
രാജ്നീതി മോരുവിനൊപ്പം ഇഷ യോഗ സെന്ററിൽ വെച്ച് നടത്തിയ ആ വിവാഹം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് തന്റെ ആത്മാവിനെ കണ്ടെത്താനുള്ള സാമന്തയുടെ യാത്രയുടെ ഭാഗമാണ്. അവിടെ അവർക്ക് ലഭിക്കുന്ന സമാധാനം മറ്റെവിടെയും ലഭിക്കില്ലെന്ന് സാമന്ത ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവസാനം എല്ലാം കഴിഞ്ഞ് താൻ ഒരു നല്ല വ്യക്തിയായി എന്ന സാമന്ത പറയുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള സ്ത്രീകളോടുള്ള സന്ദേശമാണ്. തകർച്ചകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. രാജ്നീതി മോരുവും സാമന്തയും ഇനി വിസ്മയങ്ങൾ തീർക്കട്ടെ.